പ്രധാനമന്ത്രിയും RSS സംഘചാലക് നാളെ അയോധ്യയിലെത്തും. മറ്റന്നാൾ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണ് ഇരുവരും അയോധ്യയിൽ എത്തുന്നത്. അയോധ്യയിലാകട്ടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഗൗതമിലേക്കാണ്. ഗൗതം, എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അവിടെ നിൽക്കുക ഈ ഒരു സമയത്ത് എന്ന് ഉള്ളത്. ഗൗതമിനോട് പറയട്ടെ, കാരണം ഉത്സവ ലഹരിയിലാണ് നഗരം എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല കനത്ത സുരക്ഷയുമുണ്ട്. എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ മണിക്കൂറിൽ? ലക്ഷ്മി, തിങ്കളാഴ്ച നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും നാളെ തന്നെ അയോധ്യ നഗരത്തിലേക്ക് എത്തുകയാണ്. ഇരുവരും നമുക്കറിയാം, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രണ്ട് നേതാക്കന്മാരുമാണ്. ഓഗസ്റ്റ് മാസം 5, 2020 ഈ മഹാക്ഷേത്രത്തിന്റെ ഭൂമി പൂജ പ്രധാന സേവകൻ നരേന്ദ്രമോദിയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്ന് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 2.5 വർഷത്തിനകം ഈ മഹാക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിലേക്ക് സമയമായിരിക്കുന്നു. അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയും പ്രാണപ്രതിഷ്ഠയാണ് നടക്കേണ്ടത്. അങ്ങനെ ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകിയ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇരുവരും നാളെ തന്നെ അയോധ്യ നഗരത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഇപ്പോൾ വിവിധ ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് എത്തുകയും അവിടെ സ്നാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാൾ നടക്കുന്ന ഈ ഭഗവാൻ ശ്രീരാമന്റെ ലാം ലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി കൂടിയാണ്. അതിനാൽ അദ്ദേഹം പ്രത്യേക വ്രതത്തിലാണ്. കഴിഞ്ഞ 11 ദിവസമായി നിലത്ത് പാവിരിച്ചാണ് കിടക്കുന്നത്. ഒപ്പം ഇളനീര് മാത്രം കുടിച്ചാണ് അദ്ദേഹം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീരാമന്റെ സാന്നിധ്യമുള്ള അദ്ദേഹം തന്റെ വനവാസ കാലഘട്ടങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളിലൂടെയാണ് പ്രധാന സേവകൻ ഇപ്പോൾ തന്റെ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും നാളെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഈ നഗരത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സരയൂ ആരതി നടക്കുന്ന സരയൂ നദിയുടെ തീരത്താണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിയാകും ഒരുപക്ഷെ സരയൂ സ്നാനം നടത്താൻ പോകുന്നത്. ഇവിടെ അതിനുവേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ SPGയുടെ ടീം തന്നെ എത്തി നടത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് SPG സംഘം ഇവിടെ വന്ന് പരിശോധന നടത്തി. NDRFന്റെ സ്പെഷ്യൽ ടീം അവിടെ സജ്ജമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ, അതായത് മറ്റന്നാൾ പ്രധാനമന്ത്രി ഈ സരയൂ നദിയിൽ അദ്ദേഹം സ്നാനം നടത്തും. അതിനുശേഷം കാൽനടയായി ആദ്യം ഹനുമാൻഗഡി ക്ഷേത്രത്തിലേക്കാകും പോകുക. അതായത് അയോധ്യയുടെ ഒരു പരമ്പരാഗത വിശ്വാസം എന്നത് രാമജന്മഭൂമിയിൽ തൊഴാനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം എത്തേണ്ടത് ഹനുമാൻഗഡി ക്ഷേത്രത്തിലാണ്. അവിടെ എത്തി ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടി, അനുവാദം തേടിയ ശേഷമാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് ദർശനത്തിനായി എല്ലാ രാമഭക്തരും പോകുക. അതിനാൽ പ്രധാന സേവകൻ നരേന്ദ്രമോദി ആദ്യം ഈ സരയൂ നദിയിൽ സ്നാനം നടത്തിയ ശേഷം അദ്ദേഹം റാംപത്തിലൂടെ കാൽനടയായി ഹനുമാൻഗഡി ക്ഷേത്രത്തിലെത്തി 76 പടവുകൾ കടന്ന് അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടും. അതിനുശേഷമാകും പിന്നീട് രാമജന്മഭൂമിയിലേക്ക് കാൽനടയായി പോകുക. അതിനുശേഷം 12:20 എന്ന ധന്യമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കുന്നത്. ലക്ഷ്മി, ഗൗതം പറഞ്ഞതുപോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര പര്യടനം നടത്തുകയാണ്. തിരുച്ചിറപ്പള്ളി, ഒപ്പം തന്നെ രാമേശ്വരം. അതിനുശേഷം രാമേശ്വരം ക്ഷേത്രത്തിലുള്ള തീർത്ഥം അദ്ദേഹം അയോധ്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. ഒപ്പം തന്നെ സംഘചാലകും എത്തുന്നു. നേരത്തെ ചോദിച്ച പോലെയാണ് ഗൗതം, ഈ ത്രിതല സുരക്ഷയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, മാത്രമല്ല ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് അവിടത്തേക്കുള്ളപ്പോൾ ഈ സുരക്ഷ ഒരുക്കുക എന്നുള്ളതും വലിയൊരു ചുമതലയാണ്. അതിനെക്കുറിച്ച് അവിടെ നിന്നും നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അയോധ്യയിൽ വലിയ തോതിലുള്ള ഭക്തജന തിരക്കുണ്ട്. പക്ഷെ അത് ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് അയോധ്യ ജില്ലയ്ക്കകത്തുള്ള ഭക്തരാണ് ഇപ്പോൾ കൂടുതലായി ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരുമുണ്ട്. പക്ഷേ ഇനിയും അയോധ്യയിലേക്ക് സാധാരണ ജനങ്ങൾക്ക് എത്താൻ കഴിയാത്ത വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കാരണം വിളിക്കപ്പെട്ട അതിഥികൾ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എത്തണമെന്ന് പറഞ്ഞ ആളുകൾക്കും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനിയും
അയോധ്യ നഗരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. മുഴുവൻ വീതികളിലും രാമമന്ത്രം മുഴങ്ങുകയാണ്. എല്ലായിടത്തും വലിയ ഉത്സവാന്തരീക്ഷം ഉണ്ട്. അത്തരത്തിൽ വലിയ ആഘോഷം അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ അതിൽ കൂടുതൽ അയോധ്യ നിവാസികളും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതല്ലാതെ സാധാരണ ജനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനിയും 23-ാം തീയതി അയോധ്യയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അയോധ്യ ജില്ലയുടെ എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ബാരിക്കേഡുകളും മറ്റും വെച്ച് അടച്ചിരിക്കുന്നു. മാത്രമല്ല ഹോട്ടലുകളിലേക്കൊക്കെ എത്തുന്നവരോട് പ്രത്യേകിച്ച് ഈ ക്ഷണപത്രമോ അതല്ലെങ്കിൽ എത്തുന്നതിന്റെ കൃത്യമായ കാരണങ്ങളോ വിശദീകരിക്കാതെ ഇപ്പോൾ റൂം തന്നെ ഹോട്ടൽ ഉടമകൾ നൽകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനാൽ ക്ഷണിക്കപ്പെട്ടവർ മാത്രമേ അയോധ്യയിലേക്ക് വരുന്ന 2 ദിവസം എത്താകൂ എന്നതാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അതിനാൽ സാധാരണ ഭക്തർക്ക് ഇനിയും 23-ാം തീയതി മുതലേ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ദർശനം ഉണ്ടാകുകയുള്ളൂ. 22-നാണ് പ്രാണപ്രതിഷ്ഠ. അന്ന് ഈ ട്രസ്റ്റിന്റെ ക്ഷണമുള്ള ആളുകൾക്ക് അന്ന് ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ടാകും. എന്നാൽ സാധാരണ ഭക്തർക്ക് പിന്നീട് 23-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ലക്ഷ്മി, ഒപ്പം തന്നെ ഗൗതം സൂചിപ്പിച്ചതാണ്, ദീപാലങ്കൃതമാണ് നഗരം. പാട്ടുകളും നൃത്തങ്ങളുമായി ആളുകൾ ആഘോഷിക്കുന്ന ഒരു കാഴ്ച നിരവധി ദിവസങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ഗൗതം ജിഷ്ണു ഒക്കെ തന്നെ കാട്ടിത്തരുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രഭാഷണ പരമ്പരകളും അന്നദാനവും അടക്കമുള്ള ചടങ്ങുകളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ഗർഭഗൃഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ക്ഷേത്രം ഈ പറഞ്ഞതുപോലെയാണ് തുറന്നു കൊടുക്കുകയെങ്കിലും ഈ പൂജാ ചടങ്ങുകൾ അതിന് മുന്നോടിയെ മണിക്കൂറുകൾ മാത്രമേ ഇനി പ്രാണപ്രതിഷ്ഠയ്ക്ക് ബാക്കിയുള്ളപ്പോൾ പൂജാ ചടങ്ങുകൾ എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഗൗതം കിട്ടുന്നത്. ലക്ഷ്മി, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രത്യേക പൂജ രാമക്ഷേത്രത്തിനകത്ത് പുരോഗമിക്കുകയാണ്. കലശം ഉൾപ്പെടെയുള്ള പൂജയ്ക്ക് ഏതാണ്ട് 121 പൂജാരിമാർ രാമക്ഷേത്രത്തിനകത്ത് നേതൃത്വം നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് രാംലല്ലയുടെ വിഗ്രഹം രാമക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ താൽക്കാലിക രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടി രാമജന്മഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ക്ഷേത്രത്തിലാണ്. നമുക്കറിയാം അതിന്റെ ചരിത്രം. 1528-ൽ ഇവിടെ മഹാക്ഷേത്രം അധിനിവേശ ശക്തികൾ തകർക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അതിനുശേഷം പിന്നീട് കുറെ കാലം ഒരു തറ, രാംചബൂത്ര എന്ന രീതിയിൽ ഒരു തറയും ആ തറയിലാണ് ആരാധന നടന്നിരുന്നത്. പിന്നീട് 1949-ൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷവും വർഷങ്ങൾ കഴിഞ്ഞ് 1992-ലാണ് 3 മിനാരങ്ങൾ കാർസേവകർ നീക്കം ചെയ്യുകയും പിന്നീട് താൽക്കാലികമായെങ്കിലും ഒരു ക്ഷേത്രം രാമജന്മഭൂമിക്കകത്ത് രാമഭക്തർ പ്രതിഷ്ഠിച്ചത്. അവിടെ ആരാധന നടത്തിയിരുന്ന ആ വിഗ്രഹം കൂടി ഈ പ്രധാന ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കും എന്നാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാന പ്രതിഷ്ഠ എന്നത് ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന രാംലല്ലയുടെ ബാലരൂപത്തിലുള്ള അല്ലെങ്കിൽ രാംലല്ല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 5 വയസ്സ് പ്രായത്തിലുള്ള ഒരു വിഗ്രഹമാണ് ക്ഷേത്രത്തിനകത്ത് പ്രധാനമായി ഉള്ളത്. അതിന്റെ ഒരു വശത്തായി ഇപ്പോൾ നാം ആരാധന നടത്തിയിരുന്ന താൽക്കാലിക രാമക്ഷേത്രത്തിലെ വിഗ്രഹം കൂടി അവിടെ താൽക്കാലികമായി പ്രതിഷ്ഠിച്ചുകൊണ്ടാകും ഈ ക്ഷേത്രത്തിലെ ദർശനം വ്യവസ്ഥ ചെയ്യുക. ഇത് കൂടാതെ 7 ഉപദേവതകൾ ഈ ക്ഷേത്രത്തിനകത്ത് തന്നെയുണ്ട്. പ്രദക്ഷിണ വീതിയുണ്ട്. ആ പ്രദക്ഷിണ വീതിയിൽ 7 ഉപദേവതകൾ വരുന്നുണ്ട്. മഹാഋഷി വാത്മീകിയും ശബരിയും ഒക്കെ അടങ്ങുന്ന രാമായണത്തിൽ നാം ആരാധിക്കുന്ന ആ 7 ഉപദേവതകളെ കൂടി ഈ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിലായി ഉണ്ടാകും. ഇത് കൂടാതെ ഈ മഹാക്ഷേത്രത്തിന്റെ 4 ദിക്കുകളിലായി 4 ദിക്പാലകരും ഉണ്ടാകും. ശിവൻ, ദേവി, ഗണപതി, അതോടൊപ്പം തന്നെ സൂര്യദേവൻ എന്നിങ്ങനെ 4 ദിക്പാലകർ. ഇതും കൂടാതെയാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ശിവലിംഗവും അതോടൊപ്പം തന്നെ ജടായുവിന്റെ ഒരു പ്രതിഷ്ഠയും ഉണ്ടാകും. അതായത് അതിന് കാരണമായി പറയുന്നത് ഒന്ന്, ഈ ശിവക്ഷേത്രം പുരാതന രാമക്ഷേത്രത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ ഒരു വശത്തായി ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനാൽ അവിടെ വീണ്ടും ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കുന്നു. ഒപ്പം ജടായുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമന്റെ വനവാസ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഭഗവാനുമായി നേരിട്ട് കണ്ടുമുട്ടുകയും പിന്നീട് ജടായുവിന് ഭഗവാൻ അനുഗ്രഹം നൽകുകയും അവസാന സമയങ്ങളിൽ അങ്ങനെ രാമായണത്തിൽ കൃത്യമായി തന്നെ വിവരണമുണ്ട്. അതിനാൽ ജടായുവിന്റെ പ്രതിഷ്ഠ കൂടി ഈ രാമക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഉണ്ട്. ആ രീതിയിലാണ് ഈ ക്ഷേത്രം ക്രമീകരിച്ചിരിക്കുന്നത്. ലക്ഷ്മി, യെസ്, ക്ഷേത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി എല്ലാവരും എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ ചില വിവരണങ്ങളാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത്. ഗൗതം